പേട്രിയറ്റ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഈ ചിത്രം നമ്മുടെയൊക്കെ സ്വകാര്യതയിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന പെരിസ്കോപ്പ് എന്ന ഗവൺമെന്റ് ചാര സോഫ്റ്റ്വെയറിനെ ചുറ്റിപ്പറ്റിയുള്ള വളരെ സീരിയസ് ആയൊരു ത്രില്ലറാണ്. ഇതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കഥയും പശ്ചാത്തലവുമാണ്. ഇതൊരു സാധാരണ കമേഴ്ഷ്യൽ പടമല്ല കേട്ടോ. ജോർജ് ഓർവെല്ലിൻ്റെ ഡിസ്റ്റോപ്പിയൻ ആശയങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ആനിമൽ ഫാം എന്ന പുസ്തകത്തിൻ്റെയുമൊക്കെ വലിയൊരു സ്വാധീനം ഈ സിനിമയിലുണ്ട്. രാജ്യത്തെ സംരക്ഷിക്കാനുണ്ടാക്കിയൊരു ടെക്നോളജി സ്വന്തം ജനങ്ങൾക്കെതിരെ തന്നെ തിരിഞ്ഞാൽ എന്താകും അവസ്ഥ? അതാണ് സിനിമ നമ്മളോട് ചോദിക്കുന്നത്. രണ്ടാമതായി താരങ്ങളുടെ ഗംഭീര പ്രകടനമാണ്. ഡാനിയൽ ജെയിംസ് എന്നൊരു വ്ളോഗറായി മമ്മൂട്ടി ആദ്യ പകുതി തകർക്കുമ്പോൾ റഹീം നായിക്കായി മോഹൻലാൽ വമ്പൻ മാസ് എൻട്രിയാണ് തരുന്നത്. കൂടെ ശക്തിസുന്ദരം എന്ന കഥാപാത്രമായി ഫഹദ് ഫാസിലിൻ്റെ കിടിലൻ ഡയലോഗുകളും കുഞ്ചാക്കോ ബോബനും മികച്ച സ്ത്രീ കഥാപാത്രങ്ങളുമൊക്കെ ചേരുമ്പോൾ ഇതൊരു സാധാരണ ഫാൻ ചിത്രത്തിനപ്പുറം അധികാരവും വിശ്വാസവും തമ്മിലുള്ള ബുദ്ധിപരമായൊരു പോരാട്ടമായി മാറുന്നു. അവസാനമായി ഇതിൻ്റെ സാങ്കേതിക വശങ്ങളും ചില പോരായ്മകളും പറയാം. മനുഷ് നന്ദൻ്റെ ക്യാമറയും സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കും ഗംഭീരമായൊരു ദൃശ്യവിരുന്നുവെന്നെയാണ്. പക്ഷേ സിനിമയ്ക്ക് കുറച്ച് വേഗത കുറവാണ്. അതുപോലെ ശക്തമായൊരു വൈകാരിക അടിത്തറയില്ലാത്തതും ക്ലൈമാക്സിലെ ചെറിയ പാളിച്ചകളും ഇതിൻ്റെ പോരായ്മകളാണ്. അതുകൊണ്ട് വലിയൊരു മാസ് പടം പ്രതീക്ഷിച്ചു പോയാൽ നിങ്ങൾ ചിലപ്പോൾ നിരാശരായേക്കാം. ചുരുക്കത്തിൽ ക്ഷമയോടെ കണ്ടിരിക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റുന്ന വലിയൊരു പരീക്ഷണമാണ് പേട്രിയറ്റ്. താരരാജാക്കന്മാരുടെ ഈ വേറിട്ട കൂടിച്ചേരൽ എന്തായാലും മലയാള സിനിമയിലെ പുതിയൊരു ചർച്ചാവിഷയമായി മാറും, ഉറപ്പാണ്.